ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SSC ഫേസ് 12 എക്സാം നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ എക്സാമിൻ്റെ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. എപ്പോഴാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്, അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് 26 ഫെബ്രുവരി 2024 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 26/2 മുതൽ തുടങ്ങി ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സബ്മിഷൻ അപ്ലൈ ചെയ്യേണ്ട സമയം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അവസാനിക്കുന്നത് എപ്പോഴാണ്? 18th മാർച്ചിനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഹാർഡ്ലി 20 ഡേയ്സ്, ഒരു 20 ദിവസം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. സാധാരണ SSCയുടെ എക്സാംസിനൊക്കെ നമുക്കൊരു 30 ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ കിട്ടാറുണ്ട്. ഇതിപ്പോൾ 20 ഡേയ്സ് ഗ്യാപ്പ് മാത്രമാണ് വരുന്നത്. സോ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക, 18th മാർച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഡേറ്റ്സ് ഫോർ വിൻഡോ ഓഫ് ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ, എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റ് ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള, അതിന് കറക്ഷൻ നടത്താനുള്ള ഒരു ടൈം ഗ്യാപ്പും തന്നിട്ടുണ്ട്. 22 മുതൽ 24 മാർച്ച് വരെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് ആണ്. അതും ടെൻറ്റേറ്റീവ്ലി കൊടുത്തിട്ടുണ്ട്. സോ മെയ്യിലായിരിക്കും എക്സാം വരുന്നത്. ഫ്രം May 6 to May 8 ആണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ മറ്റ് ആപ്ലിക്കേഷൻ ഫോമിലൊന്നും കണ്ടിട്ടില്ല, ഈ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ടു ബി കോൾഡ് ഇൻ കേസ് ഓഫ് എനി ഡിഫിക്കൽട്ടി ഇൻ ഫില്ലിംഗ് അപ്പ് ദി ആപ്ലിക്കേഷൻ ഫോം. സോ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുവാണെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. SSCയുടെ പുതിയ ഒരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട്, ssc.gov.in. അപ്പം ഈ വെബ്സൈറ്റിൽ ഇതിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് nic.in ആണ്. അപ്പം ആ വെബ്സൈറ്റ് പതുക്കെ ഇല്ലാതാവുമായിരിക്കും. പുതിയ വെബ്സൈറ്റിൽ വേണം നമുക്ക് പുതിയ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഒരാൾക്ക് മാത്രമേ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. സോ ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദ സെലക്ഷൻ പ്രോസസ്. ഓൺലി ദോസ് ആപ്ലിക്കേഷൻസ് വിച്ച് ആർ സക്സസ്ഫുള്ളി ഫിൽഡ് ത്രൂ ദി വെബ്സൈറ്റ് ഓഫ് ദി കമ്മീഷൻ. ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ssc.gov.in. ആ വെബ്സൈറ്റിൽ ഫില്ലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഡേറ്റ്സിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, എന്നാൽ ഫേസ് 12 എക്സാം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 ആപ്ലിക്കേഷൻ ഫോമാണ്. ഒന്നെന്ന് പറയുന്നത് OTR ചെയ്യണം, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. രണ്ടാമത്തത് 1 ടൈം രജിസ്ട്രേഷനിൽ നമുക്കൊരു ലോഗിനും ID-യും അതേപോലെ തന്നെ പാസ്വേഡും ജനറേറ്റ് ചെയ്ത് കിട്ടും. അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫേസ് 12ൻ്റെ എക്സാമിൻ്റെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ആ 1 ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇനി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വെബ്സൈറ്റിൽ വേണം ചെയ്യാനായിട്ട്. SSCയുടെ പുതിയ വെബ്സൈറ്റ് ഏതാണ്? ssc.gov.in. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ssc.nic.in-ൽ 1 ടൈം രജിസ്ട്രേഷൻ ഇനി വാലിഡ് അല്ല. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും 1 ടൈം രജിസ്ട്രേഷൻ, അതിപ്പോൾ വാലിഡ് അല്ല. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ അതിൽ ചെയ്തവരായാലും പുതിയതായിട്ട് SSC എക്സാം എഴുതാൻ പോകുന്നതായാലും ശരി, ഇനി നമ്മുടെ പുതിയ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പം ഈ ssc.gov.in വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഈ ഒരു ഹോം പേജാണ്. ഈ ഹോം പേജിൽ നമ്മൾ നോക്കേണ്ടത് ലോഗിൻ ഓർ രജിസ്റ്റർ. സോ ലോഗിൻ ഓർ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഓർ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുന്നത് ആ കാൻഡിഡേറ്റ് എടുക്കുക. അപ്പം യൂസർ നെയിം, ദാറ്റ് ഇസ് രജിസ്ട്രേഷൻ നമ്പർ, അതേപോലെ തന്നെ പാസ്വേഡ്, SSC രജിസ്ട്രേഷൻ പാസ്വേഡ്. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അതായത് ssc.gov.in വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ യൂസർ നെയിം നോക്കി പാസ്വേഡും കിട്ടിയിട്ടുണ്ടാകും. ഇനി OTR ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഈ ഒരു പേജിലേക്കാണ്. അപ്പം ഈ ഒരു പേജ് ശ്രദ്ധിക്കുക, ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്. സോ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്യുക. ഇപ്പോൾ ഡു യു ഹാവ് എ ആധാർ കാർഡ് നമ്പർ, വെരിഫൈ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ.
അത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് ക്രിയേഷൻ നടക്കും. പിന്നെ അഡീഷണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ ഒരു ഡിക്ലറേഷൻ. അപ്പോൾ അതോടെ നമ്മുടെ OTR രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ OTR രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും. അപ്പോൾ നമുക്കൊരു ലോഗിൻ ID യും അതേപോലെ തന്നെ ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യും. പിന്നെ ആ ലോഗിൻ ID പാസ്വേഡും വെച്ച് നമുക്ക് കയറിയിട്ട് പിന്നീട് പാസ്വേഡ് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പം ഇതാണ് ഈ ഒരു പ്രോസസ്സ്. സോ ഇവിടെ OTR മാത്രമേ ആയിട്ടുള്ളൂ. SSC Phase 12 എക്സാമിന് നമ്മൾ അപ്പോഴും ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ OTR കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറയുന്ന Phase 12 എക്സാമിനേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് തിരിച്ച് Phase 12 എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ Phase 12 എക്സാംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ അറിയണം. ആ നോട്ടിഫിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. ഏകദേശം 168 പേജോളം വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു ബേസിക് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിലൊന്നെന്ന് പറയുന്നത് 489 പോസ്റ്റ്, 489 പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. അതിൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 2049 വേക്കൻസീസാണ് നമുക്ക് പിന്നെ കാറ്റഗറി വൈസ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഡിസബിലിറ്റി ഉള്ള കാറ്റഗറീസിൽ കുറച്ചും കൂടി വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പം അല്ലാതെ ഉള്ളവർക്ക് 2049 വേക്കൻസീസും ഡിസബിലിറ്റി വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് കുറച്ചും കൂടി വേക്കൻസീസ് വരുന്നുണ്ട്. എല്ലാം കൂടി ഒരു 2700-600 ഓളം വേക്കൻസീസ് വരും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ Phase 12 എക്സാമിന് 3 ലെവൽസ് ഓഫ് എക്സാം ഉണ്ട്. അതായത് ഇതിനകത്ത് ഈ 489 പോസ്റ്റുകളിൽ ചില പോസ്റ്റ് CGL ലെവലിലാണ്. CGL ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. എന്നാൽ ചില പോസ്റ്റുകളിലേക്കുള്ള എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ആണ്. ആൻഡ് ചിലതിലത് മെട്രിക് ലെവലാണ് വരുന്നത്. അതായത് 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത്. അതായത് ഈ 489 പോസ്റ്റുകൾക്കും കൃത്യമായിട്ട് റെഗുലറായിട്ട് യൂണിഫോം ആയിട്ട് ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ല വരുന്നത്. ചില പോസ്റ്റുകൾക്ക് CG ഗ്രാജുവേഷൻ ലെവൽ, ചില പോസ്റ്റുകൾക്ക് ഹയർ സെക്കൻഡറി ലെവൽ, ആൻഡ് ചിലതിന് മെട്രിക് ലെവലുമാണ് വരുന്നത്. ഇനി ഈ പോസ്റ്റുകൾ തന്നെ അത് ഓരോ റീജിയൻ വൈസ് ആണ് പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. ഇപ്പം നോർത്ത് വെസ്റ്റേൺ റീജിയണിൽ ഇത്ര പോസ്റ്റുകൾ, ഇത്ര ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, ഇത്ര പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ CGL ലെവൽ, MTS ലെവൽ, CHSL ലെവൽ, അങ്ങനെ ഓരോ റീജിയൺ വൈസ് പോസ്റ്റുകളുണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പം നമ്മുടെ റീജിയൻ ചിലപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവും നമ്മുടെ റീജിയൻ വേണം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നമുക്ക് പെട്ടെന്ന് അറിയണം, അതിൻ്റെ വേക്കൻസി എന്താണ്, അതിൻ്റെ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണ്, അതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, എന്താണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്, കാരണം അത്രയും പോസ്റ്റുകളുണ്ട്. അപ്പോൾ അത്രയും ഓരോ പോസ്റ്റിനും ഓരോ ക്വാളിഫിക്കേഷനുമാണ്, ഓരോ പോസ്റ്റിനും ഓരോ സാലറിയാണ് വരുന്നത്, ഓരോ പോസ്റ്റിൻ്റെ റീജിയൻ വ്യത്യാസമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് പോസ്റ്റ് ആർ ഗിവൺ അറ്റ് അനക്ഷർ 3. ഇതേ നോട്ടീസിൻ്റെ അനക്ഷർ 3 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ലിങ്ക് ആണ് നോക്കേണ്ടതെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് കാൻഡിഡേറ്റ്സിന് ssc.gov.in പുതിയ വെബ്സൈറ്റിൽ കയറുക, കാൻഡിഡേറ്റ്സ് ഡാഷ്ബോർഡ് എടുക്കുക, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എടുക്കുക, എന്നിട്ട് Phase 12 2024 സെലക്ഷൻ പോസ്റ്റ് ആൻഡ് പോസ്റ്റ് ഡീറ്റെയിൽസ് ലിങ്ക് കഴിഞ്ഞാൽ ഈ ലിങ്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്, ഈ പേജാണ് വരുന്നത്. സോ ഈ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ആ പേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ സെലക്ട് എക്സാമിനേഷൻ, നമ്മളിപ്പോൾ ഏത് എക്സാമിനേഷനാണ് നോക്കുന്നത്? Phase 12. അപ്പോൾ നമ്മൾ നോക്കുന്നത് Phase 12 ആണ്. അപ്പം ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ Phase 12 എടുക്കുക. Phase 12 എടുക്കുമ്പോൾ നമ്മുടെ ഏത് റീജിയൻ ആണോ, അപ്പോൾ KKR റീജിയൻ ആണെങ്കിൽ KKR റീജിയൻ എടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ KKR റീജിയനിൽ ഏതൊക്കെ പോസ്റ്റുകളുണ്ട്, അതേപോലെ തന്നെ എത്രയാണ് വേക്കൻസി, എന്താണ് ജോബ് പ്രൊഫൈല്, ഏത് ലെവൽ പേ സ്കെയിലാണ് വരുന്നത്, അതുപോലെ തന്നെ ഓരോ കാറ്റഗറി വൈസ് പിന്നെ വേക്കൻസി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യും. ശ്രദ്ധിക്കുക, 489 പോസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് 2600-700 വേക്കൻസീസ് വരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പല പോസ്റ്റുകൾക്കും 1, 2, 3 വേക്കൻസി അങ്ങനെയൊക്കെ മാത്രമേ വരുന്നുള്ളൂ. ഒരുപാട് വേക്കൻസീസ് ഒന്നും വരുന്നില്ല. അപ്പം ഒരു പോസ്റ്റിന് ചിലപ്പോൾ ഒരു വേക്കൻസിയെ കാണുള്ളൂ. അതിൽ തന്നെ എല്ലാ കാറ്റഗറിക്കും വേക്കൻസി കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷ്മമായി ഈ വേക്കൻസീസും അതേപോലെ തന്നെ പോസ്റ്റും അതേപോലെ തന്നെ റീജിയണും അനലൈസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. എന്ന് മാത്രമല്ല, ചില പോസ്റ്റുകൾക്ക് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രമല്ല എക്സ്പീരിയൻസും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിലവൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം, റിലവൻ്റ് എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ എക്സ്പീരിയൻസ് എന്നവർ പറയുന്നുണ്ട്. ഡിസൈറബിൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമില്ല.
പക്ഷേ എസെൻഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പം അതൊക്കെ നോക്കിയിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഇതാണ് നമ്മുടെ വേക്കൻസീസിൻ്റെ ലിസ്റ്റ് ഈ അനക്ഷറിൽ കൊടുത്തിരിക്കുന്നത്. വേക്കൻസീസ് എല്ലാം ഒരുപാട് പേജോളം വരുന്നുണ്ട് ഇത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ വേക്കൻസീസ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് സീരിയൽ നമ്പർ ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റീജിയൻ ആണ്. ഫോർ എക്സാമ്പിൾ ഹിയർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോർത്ത് വെസ്റ്റേൺ റീജിയൻ ആണ്. ഇതെല്ലാം നോർത്ത് വെസ്റ്റേൺ റീജിയൻ്റെ വേക്കൻസീസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം പോസ്റ്റ് നമ്പറാണ്. പോസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലൈബ്രറി അറ്റൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗളി കൊടുത്തിട്ടുണ്ട്. ഏജ് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ 18 to 25. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്കറിയാം ഏജ് എന്ന് പറയുന്നതും യൂണിഫോം അല്ല. ചിലതിന് ഏജ് 18 to 25 ആണ്, ചിലതിന് 27 ആണ്, ചിലതിന് 30 ആണ്. 30 എബവ് ഉള്ള ഏജും വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കണം. ഇതിപ്പോൾ 9 പോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ പേ സ്കെയിലും വ്യത്യാസമാണ്. ചിലതിന് ലെവൽ 2 ആണ്, ചിലത് ലെവൽ 1 ആണ്. അതേപോലെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ EQ എന്ന് പറയുന്നത് നിർബന്ധമാണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ലൈബ്രറി അറ്റൻഡൻറ്റ് ഹയർ സെക്കൻഡറി ആണ് പറയുന്നത്. ഇതിനകത്ത് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല. അത് സെപ്പറേറ്റ് നമ്മൾ ആ പോസ്റ്റ് നേരത്തെ കണ്ട ഒരു ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്കിൽ കയറി നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എക്സ്പീരിയൻസ് വേണോ ഇല്ലയോ എന്നുള്ളത്. ഇതിനകത്ത് ഈ കാര്യങ്ങൾ ഇത്ര മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ CGHS ചണ്ഡീഗഡിൽ ലേഡി മെഡിക്കൽ അറ്റൻഡൻറ്റ് ഫീമെയിൽ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മെട്രിക്കുലേഷൻ ലെവലാണ്. അതേപോലെ പേ സ്കെയിൽ പറഞ്ഞിട്ടുണ്ട്, ഏജ് പറഞ്ഞിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ള കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടത്തിൽ തന്നെ വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ട്. ഈ ലൈബ്രറി അറ്റൻഡൻ്റെ വേക്കൻസി നോക്കിയാൽ SC കാറ്റഗറി 0 ആണ്, ST കാറ്റഗറി ഇല്ല, OBC കാറ്റഗറിക്കും ഇല്ല. ആകെ ഉള്ളത് എന്താണ്, UR കാറ്റഗറിക്ക് മാത്രമേ ഒരു വേക്കൻസി വന്നിട്ടുള്ളൂ. അത് 2 വേക്കൻസി UR കാറ്റഗറിക്ക്. പിന്നെ വേറെ ഒരു കാറ്റഗറിക്കും ഇവിടെ വേക്കൻസി ഇല്ല, 0 ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പം നമുക്ക് അനുയോജ്യമാണോ എന്നുള്ളത് നോക്കുക, വേക്കൻസി ഉണ്ടോ നോക്കുക, റീജിയൻ നോക്കുക, അതേപോലെ തന്നെ ജോലി എന്താണ്, ജോബ് പ്രൊഫൈൽ എന്നുള്ള കാര്യങ്ങളും കൂടി നോക്കുക. പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കുക. ഇനി നമുക്കൊന്ന് ലാസ്റ്റ് പേജ്, അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പേജാണ്. ഇനി ലാസ്റ്റ് പേജിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ഇതാണ്. ലാസ്റ്റ് പേജിൽ വന്നിരിക്കുന്നത് KKR റീജിയൻ ആണ്. അതായത് കേരള ഉൾപ്പെടുന്ന റീജിയൻ ആണ്. അതാണ് 489 ആണ് സീരിയൽ നമ്പർ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ലാബറട്ടറി അറ്റൻഡൻറ്റ്, ഫീൽഡ് അസിസ്റ്റൻറ്റ്, ഡ്രില്ലർ, ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഡിസൈനർ, ജൂനിയർ എഞ്ചിനീയർ ആൻഡ് ടെക്നിക്കൽ അറ്റൻഡൻറ്റ്, അങ്ങനെ പല പല പോസ്റ്റുകളിലേക്കാണ് വരുന്നത്. അതിൽ തന്നെ ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏജ് കണ്ടോ, 27, 25, 30 അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. പേ സ്കെയിലിൽ വ്യത്യാസം കണ്ടോ, ലെവൽ 6. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനിലുള്ള വ്യത്യാസവും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ വേക്കൻസി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില്ലറ വേക്കൻസീസേ വരുന്നുള്ളൂ. 1, 2 അതേപോലെ എല്ലാം കൂടി ഇവിടെ ടോട്ടൽ 2, 1, 3 ഇത്രയും വേക്കൻസി മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ടോട്ടൽ വേക്കൻസി പറഞ്ഞിട്ടുണ്ട് 2049 ആണ് വേക്കൻസി വരുന്നത്. എന്നാൽ ഇവിടെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസീസ് ഇവിടെ ആകെ ഒരെണ്ണം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അത് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെതാണ് വരുന്നത് ഒരു വേക്കൻസി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു വേക്കൻസീസിൻ്റെ കാര്യം വരുന്നതും അതേപോലെ തന്നെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും വരുന്നത്. ഇത് ഇങ്ങനെയും നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ജോബ് പ്രൊഫൈലും നോക്കിയിട്ട് വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് നമുക്ക് പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ക്രൂഷ്യൽ ഡേറ്റ്സ് ഫോർ റിസർവേഷൻ ആണ്. അതായത് റിസർവേഷൻ സീക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ SSCയുടെ എല്ലാ കേസിലും എല്ലാ ആപ്ലിക്കേഷൻ ഫോമിലും പറയുന്നത് പോലെ ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പ് തന്നെ ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പുള്ളൊരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തല്ല നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ ഒരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സോ OBC നോൺ ക്രീമി ലെയർ ശ്രദ്ധിക്കുക കേട്ടോ. OBC നോൺ ക്രീമി ലെയറിൽ മാത്രമേ റിലാക്സേഷൻ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നേരത്തെ എടുത്ത് വെച്ചിരിക്കണം. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 18/3/2024 ആണ്. സോ 18/3 എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ അതിന് മുമ്പോ അല്ലെങ്കിൽ ആ ദിവസത്തെയോ ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് OBC കാൻഡിഡേറ്റ്സിൻ്റെ കേസ് മാത്രമല്ല, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആപ്ലിക്കൻസിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. ക്രൂഷ്യൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് March 18, 2024 ആണ്. അപ്പം നേരത്തെ നമ്മുടെ കയ്യിലെ സർട്ടിഫിക്കറ്റ്
ഉണ്ടായിരിക്കണം. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഇതിപ്പം എത്ര വയസ്സാണ്, എത്ര വയസ്സ് വരെ എഴുതാമെന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുള്ളൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു യൂണിഫോം ഏജ് ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യൂണിഫോം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ല ഇതിന് വന്നിരിക്കുന്നത്. അപ്പം ഏജിൻ്റെ കേസിലും ഇപ്പം നമുക്ക് ഏകദേശം 12 കാറ്റഗറിയാണ് വന്നിരിക്കുന്നത്. 12 കാറ്റഗറി ഓഫ് ഏജസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്ന് വായിക്കാം. ഇത് 18 to 25 ഇയേഴ്സ് ആണെങ്കിൽ ഇതാണ് അതിൻ്റെ കാൻഡിഡേറ്റ് എപ്പോൾ ജനിച്ചിരിക്കണം, നോട്ട് ലേറ്റർ ദാൻ, നോട്ട് ബിഫോർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 18 to 25 ഉണ്ട്, 18 to 27 ഉണ്ട്, 18 to 28 വരുന്ന പോസ്റ്റ് ഉണ്ട്, അതേപോലെ 30 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്, അതേപോലെ 35 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്, 37 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്, 42 വരുന്നതുണ്ട്, അതേപോലെ തന്നെ 20 മുതൽ 25 വരെ വരുന്നതുണ്ട്, 21 to 25 ഉണ്ട്, 21 to 27 ഉണ്ട്, 21 to 28 ഉണ്ട്, 21 to 30 ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഏജിൻ്റെ ഇവിടെ എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ക്രൂഷ്യൽ ഡേറ്റ് ഏതാണെന്നുള്ളത് ഇതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ 6.1 എന്ന് പറയുന്ന ഈ നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഏജ് അതിന് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി റിലാക്സേഷൻ ഇൻ അപ്പർ ഏജ് ലിമിറ്റ് ആസ് യൂഷ്വൽ ഉണ്ട്. SC/STക്ക് 5 ഇയേഴ്സ് ആണ്, OBCക്ക് 3 ഇയേഴ്സും. ബാക്കി കാറ്റഗറീസിൻ്റെയും ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് തന്നെ 6.3 റിലാക്സേഷൻ അപ്പർ ഏജ് ലിമിറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രൂഷ്യൽ ഡേറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഏജ് റിലാക്സേഷൻ അല്ലെങ്കിൽ ഏജ് ലിമിറ്റിൽ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2024 അപ്പം അതിൽ ആ ഒരു അതിലധികം കവിയാൻ പാടില്ല, ഏജ് കവിയാൻ പാടില്ല. ഈ ഒരു ലിമിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഏജ് തീരുമാനിക്കാൻ. പക്ഷേ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനും അതേപോലെ എക്സ്പീരിയൻസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്, അതായത് മാർച്ച് 18. സോ അതിന് മുമ്പ് തന്നെ നമ്മുടെ റിസൾട്ട്, ഇപ്പോൾ ഗ്രാജുവേഷൻ ലെവലിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ റിസൾട്ട് അതിന് മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ക്ലെയിം ഓഫ് SC/ST, OBC, EWS അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റോ കൺസെഷനോ ഏജ് റിലാക്സേഷനോ ഒക്കെ സീക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്, ദാറ്റ് ഈസ് 18th March. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ ഏജ് റിലാക്സേഷൻ ഫോർ റിസർവ്ഡ് കാറ്റഗറി ആപ്ലിക്കൻസ് ഇസ് അഡ്മിസിബിൾ ഓൺലി ഇൻ ദ കേസസ് ഓഫ് വേക്കൻസീസ് ബീങ് റിസർവ്ഡ് ഫോർ സച്ച് കാറ്റഗറീസ്. അപ്പം നമ്മൾ റിലാക്സേഷൻ സീക്ക് ചെയ്യുന്ന പോസ്റ്റിന് അങ്ങനെ ഒരു വേക്കൻസി അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ആ കാറ്റഗറിക്ക് അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മാത്രം വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളെയും UR കാറ്റഗറിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ കാറ്റഗറിക്ക് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദ റിസർവ്ഡ് കാറ്റഗറി ആപ്ലിക്കൻസ് ഹു അപ്ലൈ അഗെയിൻസ്റ്റ് അൺറിസർവ്ഡ് വേക്കൻസീസ്. അങ്ങനെ റിസർവ്ഡ് കാറ്റഗറിക്ക് അവിടെ വേക്കൻസി കൊടുത്തിട്ടില്ല, അൺറിസർവ്ഡ് വേക്കൻസി മാത്രമേ ഉള്ളൂ എങ്കിൽ അവരെങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? It will get age relaxation to the extent it is available to the UR category candidates. So UR category candidates-ന്റെ age relaxation മാത്രമേ അവിടെ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സ്ഥിരമായിട്ട് ഒരു സംശയം ഉള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്രയും പോസ്റ്റ് ഉണ്ട്, 489 പോസ്റ്റുകളുണ്ട്. അപ്പം എത്ര പോസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് തന്നെ ഒരു CGL ലെവലിൽ അപ്ലൈ ചെയ്താൽ മതിയോ, അതോ CHSL അത് തന്നെ റീജിയൻ ഡിഫറൻ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതൊക്കെ ഉള്ളതൊരു സ്ഥിരം സംശയമാണ്. അപ്പം ശ്രദ്ധിക്കുക, നമുക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഹു വിഷ് ടു അപ്ലൈ ഫോർ മോർ ദാൻ 1 പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഒരു കാൻഡിഡേറ്റിന് മോർ ദാൻ 1 പോസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മോർ ദാൻ 1 റീജിയനിലേക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് KKR റീജിയനിലും അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ വിചാരിക്കുകയാണ് സദേൺ റീജിയനിൽ ഒരു പോസ്റ്റ് ഉണ്ട്, സദേൺ റീജിയനിലുള്ള ഒരു പോസ്റ്റും കൂടി എനിക്ക് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് സദേൺ റീജിയനിലെ പോസ്റ്റും കൂടി അപ്ലൈ ചെയ്യാം. നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ആ പോസ്റ്റ് കാറ്റഗറി ആ ഒരു പോസ്റ്റും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് 3 ഡിഫറെൻറ്റ് കാറ്റഗറി, അതായത് ഒരെണ്ണം മെട്രിക്കുലേഷൻ ലെവൽ, ഒരെണ്ണം CGL ലെവൽ, ഒരെണ്ണം CHSL ലെവൽ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 3 CGL ലെവലാണെങ്കിൽ 3 CGL ലെവൽ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഹു വിഷ് ടു അപ്ലൈ ഫോർ മോർ ദാൻ 1 പോസ്റ്റ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മോർ ദാൻ 1 പോസ്റ്റ് ആണെങ്കിൽ ഓരോ പോസ്റ്റിനും ഓരോ ആപ്ലിക്കേഷൻ ഫോമാണ്.
ഇപ്പോൾ സപ്പോസ് ഞാനൊരു 50 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 50 ആപ്ലിക്കേഷൻ ഫോം വേണം ഫില്ലപ്പ് ചെയ്യാനായിട്ട്. സോ മോർ ദാൻ 1 പോസ്റ്റ് ഷുഡ് അപ്ലൈ സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് പോസ്റ്റ്. ഓരോ കാറ്റഗറി ഓഫ് പോസ്റ്റിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. വേറൊരു കാര്യം, കാൻഡിഡേറ്റ് ഷുഡ് അപ്ലൈ ഓൺലി വൺസ് ഫോർ 1 കാറ്റഗറി ഓഫ് പോസ്റ്റ്. അപ്പോൾ ഒരു പോസ്റ്റിന് ഒരു തവണ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ നമുക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത സംശയം എന്ന് പറയുന്നത്, നമ്മൾ 50 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തു, 50 ആപ്ലിക്കേഷൻ ഫോം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത സംശയം 50 എക്സാം വേണമെന്നുള്ളതാണ്, 50 എക്സാം എഴുതണമെന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. അപ്പോൾ അതിന് വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് ഹു അപ്ലൈ ഫോർ മോർ ദാൻ 1 പോസ്റ്റ് ഇൻ ദ സെയിം റീജിയൻ അപ്ലൈ ഫോർ ഡിഫറെൻറ്റ് പോസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻ. അതായത് ഒരേ റീജിയനിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റ്, അല്ല എങ്കിൽ ഡിഫറെൻറ്റ് റീജിയനിൽ, പല റീജിയണിൽ ഡിഫറെൻറ്റ് പോസ്റ്റുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്തത്. അതേപോലെ തന്നെ അപ്ലൈ ഫോർ പോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ്, ഒരു കാൻഡിഡേറ്റ് തന്നെ പല ലെവലിലുള്ള എക്സാം, ഫോർ എക്സാമ്പിൾ മെട്രിക്കുലേഷൻ, ഹയർ സെക്കൻഡറി, അതേപോലെ തന്നെ അങ്ങനെയുള്ള പല പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ പറയുന്നൊരു പേരുണ്ട്, കോമൺ കാൻഡിഡേറ്റ് എന്നാണ് പറയുന്നത്. കോമൺ കാൻഡിഡേറ്റ് എന്നാണ് ആ പറയുന്ന ഒരു വ്യക്തിയെ പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഒന്നിൽ കൂടുതൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് എ കോമൺ കാൻഡിഡേറ്റ്. അത് സെയിം റീജിയൻ ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് റീജിയൻ ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, അയാൾ കോമൺ കാൻഡിഡേറ്റ് ആണ്. ഈ കോമൺ കാൻഡിഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പറയുന്നത്? സച്ച് എ കോമൺ കാൻഡിഡേറ്റ് വിൽ ബി ഇഷ്യൂഡ് ഓൺലി 1 അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്. ഒരു അഡ്മിഷൻ സർട്ടിഫിക്കറ്റേ വരുന്നുള്ളൂ ഫോർ 1 ലെവൽ ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പം ഒരു ലെവൽ ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അയാൾക്ക് ഒരു അഡ്മിഷൻ ടിക്കറ്റ് മാത്രമേ വരുന്നുള്ളൂ. ബൈ ദ റീജിയൻ അണ്ടർ ഹൂസ് ജൂറിസ്ഡിക്ഷൻ ദ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ഓപ്റ്റഡ് ബൈ ദി കാൻഡിഡേറ്റ് ഇൻ ഹിസ് ഓർ ഹെർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫോൾസ്. ഇപ്പോൾ സപ്പോസ് ഞാൻ കേരളത്തിലുള്ളൊരു വ്യക്തി, KKR റീജിയൻ ഞാൻ അപ്ലൈ ചെയ്യുന്നു, നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഞാൻ അപ്ലൈ ചെയ്യുന്നു, സദേൺ റീജിയൻ അപ്ലൈ ചെയ്യുന്നു, ഈസ്റ്റേൺ റീജിയനിലെ വേറൊരു എക്സാമും കൂടി അപ്ലൈ ചെയ്യുന്നു. പക്ഷേ ഞാൻ കൊടുത്തിരിക്കുന്നത്, ഞാൻ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ, എൻ്റെ CBT എക്സാമിൻ്റെ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ആണെങ്കിൽ ആ റീജിയൻ, അതായത് KKR റീജിയനിലാണ് പെടുന്നത്. അപ്പോൾ KKR റീജിയനിൽ നിന്നാണ് എനിക്ക് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് വരുന്നത്, അഡ്മിഷൻ കാർഡ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് എനിക്ക് വരുന്നത് KKR റീജിയനിൽ നിന്നാണ്. അപ്പോൾ KKR റീജിയനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന നോർത്ത് വെസ്റ്റേൺ റീജിയനിലെ പോസ്റ്റ് ഏതാണോ ആ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ, അതായത് ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് എക്സാം എഴുതുകയാണ് ചെയ്യുന്നത്. സദേൺ റീജിയനിലെ പോസ്റ്റ് ഏതാണോ അത് ഞാൻ എക്സാം എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ റീജിയൻ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ റീജിയനിലുള്ള ഒരു സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. KKR റീജിയനിൽ, അതായത് കേരളത്തിൽ തിരുവനന്തപുരം, ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് ഇരുന്ന് തന്നെ നമുക്ക് എക്സാം എഴുതാം. പിന്നെ ഇവിടെ ആദ്യം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക, 1 അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് 1 ലെവൽ ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ സംഭവം എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ CGL ലെവലിൽ, ഗ്രാജുവേറ്റ് ലെവലിൽ, ഇപ്പോൾ ഒരാൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അയാൾക്ക് 3 എക്സാമും എഴുതാമല്ലോ. ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാം എഴുതാം, അതേപോലെ തന്നെ CHSL ലെവലിലുള്ള എക്സാം എഴുതാം, അതേപോലെ തന്നെ MTS ലെവലിലുള്ള എക്സാം എഴുതാം. CGL ലെവലിലുള്ള ഒരു 5 പോസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, 5 പോസ്റ്റിന് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ CGL ലെവലിൽ ഒരെണ്ണം KKR റീജിയനിലായിരിക്കും, അല്ലെങ്കിൽ 2 KKR റീജിയനിലായിരിക്കും, ഒരെണ്ണം സദേൺ റീജിയനിലായിരിക്കും, ഒരെണ്ണം നോർത്തേൺ വെസ്റ്റേൺ റീജിയൻ, എല്ലാം കൂടി ഒരു 5 എണ്ണം വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ CHSL ലെവലിൽ ഒരു 2 പോസ്റ്റുകളിലേക്ക് CHSL ലെവലിലുള്ളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് റീജിയൻ ആകാം, ഒരേ റീജിയൻ ആകാം. അതേപോലെ തന്നെ MTS ലെവലിൽ വരുന്ന ഒരു പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഒരു 4 പോസ്റ്റിനാണ് അപ്ലൈ ചെയ്തതെന്ന് കൊടുക്കുക. അപ്പം 4 പോസ്റ്റാണ് അപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ എത്ര എക്സാമാണ് വരുന്നത്, ടോട്ടൽ എത്ര പോസ്റ്റാണ് വരുന്നത്? 5, 2, 7, 4, 11 പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്തത്. സോ 11 ആപ്ലിക്കേഷൻ ഫോം വരും. എന്നാൽ എക്സാം എനിക്ക് ആകെ 3 എണ്ണേ വരുന്നുള്ളൂ. CGL ലെവലിൽ ഒരു എക്സാമേ വരുന്നുള്ളൂ, CHSL ലെവലിൽ ഒരു എക്സാമേ വരുന്നുള്ളൂ, MTS ലെവലിൽ ഒരു എക്സാമേ എനിക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതായത് ഈ 3 ലെവലും അപ്ലൈ ചെയ്ത ഒരാൾക്ക് 3 എക്സാമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരാൾ MTS ലെവലിൽ ഒരു എക്സാമും അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, CHSലും CGLും മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2 എക്സാമേ വരുന്നുള്ളൂ. ഇനി എക്സാം ഇത് പല റീജിയനിലാണെങ്കിലും ഞാൻ കൊടുത്തിരിക്കുന്ന എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്, KKR റീജിയൻ്റെ അകത്താണ് വരുന്നതെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് റീജിയൻ്റെ ഈ എക്സാമും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാം എനിക്ക് ഇവിടെ ഇരുന്ന് എഴുതാം. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫീ എന്താണ്, കാര്യങ്ങൾ ഡീറ്റെയിൽസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീ പേയബിൾ ₹100 ആണ്, 100 രൂപയാണ് പേ ചെയ്യേണ്ടത്. അതുപോലെ എങ്ങനെയാണ് മോഡ്സ് ഓഫ് പേയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വിമൻ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു
SC ST അതേപോലെ തന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അങ്ങനെയുള്ളവർക്ക് തന്നെ ഈ പറയുന്ന പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഓൺലൈൻ ഫീയുടെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 19 മാർച്ചാണ് വരുന്നത്. ഇനി നമുക്ക് എക്സാം സെൻറ്റേഴ്സ് നോക്കാം. CBT എക്സാമിൻ്റെ എക്സാം സെൻറ്റേഴ്സ്, കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം. അപ്പം ഇത്രയും ജില്ലകളിലാണ് നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് വരുന്നത്. CBT എക്സാമിൻ്റെ എക്സാം സെൻറ്റേഴ്സാണ് കേട്ടോ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ Tier 1 എക്സാമിൻ്റെ കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി എക്സാം സെൻറ്റർ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എ കാൻഡിഡേറ്റ് ഹാസ് ടു ഗിവ് 3 ഓപ്ഷൻസ്. 3 സെൻറ്റേഴ്സിൻ്റെ ഓപ്ഷൻസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. 3 സെൻറ്റേഴ്സ് ഇൻ ഓർഡർ ഓഫ് പ്രയോറിറ്റി. അപ്പം പ്രയോറിറ്റി അനുസരിച്ച് 3 സെൻറ്റേഴ്സ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതും സെയിം റീജിയൻ ആയിരിക്കണം. സെയിം റീജിയൻ ആണ്. ചേഞ്ച് ഓഫ് സെൻറ്റർ ഒന്നും തന്നെ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലോചിച്ച് ചെയ്യുക. ഒരേ റീജിയനിലുള്ളത് തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിഫറെൻറ്റ് റീജിയനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും, ഡിഫറെൻറ്റ് റീജിയനിലെ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായ ഒരു എക്സാം സെൻറ്റർ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതും ശ്രദ്ധിക്കുക. Then candidates may carefully note that the region for computer-based examination once opted in the very first online application for any category of post shall be frozen for all the subsequent applications across regions എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇപ്പം 50 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത ഒരു വ്യക്തി 50 പ്രാവശ്യമാണ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അതിൽ ആദ്യത്തെ തവണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ കൊടുക്കുമല്ലോ, അതിൽ തന്നെ 3 സെൻറ്റർ സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ കൊടുക്കുന്ന ആദ്യത്തെ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുന്ന ആ 3 സെൻറ്റർ എന്ന് പറയുന്നത് അതായിരിക്കും പിന്നീട് വരുന്ന 49 ആപ്ലിക്കേഷൻ ഫോമിലും വരുന്നത്. ആ പറയുന്ന സെൻറ്റർ ഫ്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ ആപ്ലിക്കേഷൻ ഫോമിലും നമുക്ക് ഓരോ സെൻറ്റർ കൊടുക്കാൻ പറ്റില്ല. 50 ആപ്ലിക്കേഷൻ ഫോമിലും നമ്മൾ ആദ്യം കൊടുത്ത ആദ്യത്തെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത സെൻറ്റർ ഏതാണോ ആ സെൻറ്റർ തന്നെ ആയിരിക്കും പിന്നീടുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ തനിയെ ഓട്ടോമാറ്റിക്കലി വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഒരു എക്സാം എഴുതാൻ പോകുന്ന ആസ്പിരൻറ്റ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റേജസ് ആണ്. സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് സമയാസമയങ്ങളിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം അതിൽ സ്റ്റേജസ് ഓഫ് എക്സാമിനേഷനിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് CBT ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് വൺസ് ക്ലിയർ ചെയ്തതിന് ശേഷം, അത് വൺസ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. അപ്ലോഡിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ്. ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഫിസിക്കലി പ്രസൻറ്റ് ആയിരിക്കട്ടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ, നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അത് വെരിഫൈ ചെയ്യും. അത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ്. എല്ലാ പോസ്റ്റിനും സ്കിൽ ടെസ്റ്റ് ആവശ്യമില്ല. ചില പോസ്റ്റിന് മാത്രമാണ് സ്കിൽ ടെസ്റ്റ് പറയുന്നത്. അപ്പം ആ പോസ്റ്റുകളിലേക്ക് നമുക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. ഇനി അതല്ല എങ്കിൽ നേരെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അടുത്തൊരു സ്റ്റേജേ വരുന്നുള്ളൂ. അതെന്താണ്? ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. സോ ഈ സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് സ്കിൽ ടെസ്റ്റ് ഉള്ള പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ അതാത് റീജിയൻ്റെ ആ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും പോകേണ്ടി വരുന്നത്. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ അടുത്താവണം എന്നില്ല. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ആണ് അപ്ലൈ ചെയ്തതെങ്കിൽ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും സെൻറ്റർ വരുന്നത്. അത് പക്ഷേ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് മാത്രമേ ഉള്ളൂ, CBTയുടെ സമയത്തല്ല. CBTയുടെ സമയത്ത് നമുക്ക് നമ്മുടെ സൗകര്യപ്രദമായിട്ടുള്ള സെൻറ്ററിൽ തന്നെ എഴുതാവുന്നതാണ്. ആൻഡ് ദെൻ കംസ് ദി ഫൈനൽ റിസൾട്ട്സ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഡോക്യുമെൻ്റ് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണെങ്കിൽ, അതായത് Tier 1 അതായത് CBT എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ്. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിന് അത് അത്യാവശ്യമാണ് എങ്കിൽ ആ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ കാറ്റഗറി, ഏജ് റിലാക്സേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ അതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട് സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ കാറ്റഗറി ഓഫ് പോസ്റ്റിന് സ്കിൽ ടെസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും സ്കിൽ ടെസ്റ്റും അവിടെ നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തൊരു സ്റ്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. സോ ഓൾ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് ഫോർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ റിക്വയർഡ് ടു അപ്പിയർ ആസ് പെർ ദി യൂസർ ഡിപ്പാർട്ട്മെൻറ്റ്സ് റിക്വയർമെൻറ്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വിളിക്കുന്നത് ആ സമയത്ത് പ്രസൻറ്റ് ആവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചേഞ്ച് ഓഫ് വെന്യൂ ഒന്നും പോസിബിൾ അല്ല. വെന്യൂ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇന്ന സ്ഥലത്താണ് പ്രസൻറ്റ് ആയിരിക്കേണ്ടത് ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ പ്രസൻറ്റ് ആയിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. CBT ആണെന്ന് പറഞ്ഞു. എന്താണ് ഈ CBTയിൽ
എക്സാമിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി കണ്ടു. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള 3 സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത്. അതിൽ തന്നെ കൺസിസ്റ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഫോർ ദ പോസ്റ്റ് വിത്ത് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, മെട്രിക്കുലേഷൻ, ഹയർ സെക്കൻഡറി ആൻഡ് ഗ്രാജുവേഷൻ ആൻഡ് എബവ് ലെവൽസ്. സോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ CBT എക്സാമിന് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ്, അതായത് ഇപ്പോൾ CHSLൻ്റെ Tier 1 എടുത്താലും അതേപോലെ തന്നെ CGLൻ്റെ Tier 1 എടുത്താലും എന്താണോ Tier 1 വരുന്നത് അതേ കാര്യം തന്നെയാണ് നമ്മുടെ ഫേസ് 12 എക്സാമിൻ്റെ CBT എക്സാമിനും വരുന്നത്. സോ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ബേസിക് അരിത്തമെറ്റിക് സ്കില്ലാണ് പറയുന്നത്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക് നോളജാണ് പറയുന്നത്. എല്ലാം 25 ചോദ്യം വീതമാണ്. എന്നാൽ ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ സെക്ഷനും 50 മാർക്ക് വീതമാണ് വരുന്നത്. എന്നാൽ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ്സ് മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആസ് യൂഷ്വൽ നെഗറ്റീവ് മാർക്സ് വരാറുണ്ട്. 1/4 നെഗറ്റീവ് മാർക്സ് വരുന്നുണ്ട്. സോ 0.50 ആണ് നമുക്ക് നെഗറ്റീവ് മാർക്സ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഇൻ പാർട്ട് A, B ആൻഡ് D. A, B ആൻഡ് D എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ ബി ഓഫ് എ ലെവൽ കമൻസുറേറ്റ് വിത്ത് ദി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ 10th ലെവൽ ആണെങ്കിൽ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. CHSL ലെവലുള്ള ഒരു പോസ്റ്റാണ്, അതിൻ്റെ ഒരു എക്സാമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ ലെവലുള്ളതായിരിക്കും. ഡിഗ്രി ലെവലാണെങ്കിൽ ആ ലെവലുള്ളതായിരിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് പാർട്ട് C എന്ന് പറയുന്നത് എപ്പോഴും 10th സ്റ്റാൻഡേർഡ് ലെവലിലായിരിക്കും. അതായത് മാത്സ് എന്ന് പറയുന്നത് അതിപ്പോൾ മെട്രിക് ലെവലായാലും ശരി, അതേപോലെ തന്നെ CHSL ലെവലായാലും ശരി, അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലായാലും ശരി, മാത്സ് എന്ന് പറയുന്നത് 10th ലെവലുള്ള മാത്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആ SSC CGLന് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ അതേ ഒരു സ്പിരിറ്റ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് CGL ലെവലുള്ളതും CHSL ലെവലുള്ളതും അതേപോലെ തന്നെ മെട്രിക് ലെവലുള്ളതും നമുക്ക് എഴുതാം. എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സിലബസ് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ ചെറിയൊരു വ്യത്യാസം നമ്മൾ ഈ മാത്സിൽ കണ്ടിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ സിലബസ് ഓഫ് എക്സാമിനേഷനിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. MTSൻ്റെ മാത്സ് മാത്രമാണ് എടുക്കുന്നത്. കാരണം മാത്സിലാണ് വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പം MTS ലെവലിലുള്ളത് നമുക്ക് നോക്കാം. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു നമ്പർ സിസ്റ്റം, പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു നമ്പർ സിസ്റ്റം, ഹോൾ നമ്പേഴ്സ്, ഡെസിമൽ, ഫ്രാക്ഷൻസ്, ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ അങ്ങനെ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മെൻസുറേഷൻ മാത്രമാണ് ഒരു അഡ്വാൻസ്ഡ് മാത്സിന് ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. ട്രിഗ്നോമെട്രിയോ ജോമെട്രിയോ ഒന്നും തന്നെ ഇല്ല. സോ MTS ലെവലിൽ നമുക്ക് വന്നിരിക്കുന്നത് മെൻസുറേഷനാണ്. മറ്റേതൊന്നും തന്നെ എടുത്തു പറഞ്ഞിട്ടില്ല. ഇതിവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അതേസമയം CHSL ലെവലിൽ നോക്കിക്കോളൂ. CHSL ലെവലിൽ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. like regular polygons, circle, right prism, right circular cone, right circular cylinder, sphere, hemisphere, rectangular, triangle, quadrilateral, സർക്കിൾ, ജോമെട്രി, അതായത് ജോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, അങ്ങനെയുള്ള DI ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. MTSൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് മീൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് MTSൽ ഈ പറയുന്ന അഡ്വാൻസ്ഡ് മാത്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധ്യത കുറവാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ CGL എടുത്താലും ഇതേ ഉള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. CGL എടുത്ത് നോക്കിയാൽ നമുക്കിത് തന്നെ കാണാൻ പറ്റും. ട്രയാങ്കിൾ, അതേപോലെ തന്നെ റൈറ്റ് പ്രിസം, നേരത്തെ പറഞ്ഞ ട്രിഗ്നോമെട്രി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ DI, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി മൂന്ന് വിഷയങ്ങളും അതായത് 3 സബ്ജക്റ്റ് എന്നുള്ളതും ഏകദേശം ഒരുപോലെ ആയിരിക്കും. മാത്സിൽ ചെറിയ വ്യത്യാസം. MTS ലെവൽ കുറച്ചുകൂടി എളുപ്പമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ ടിക്കറ്റ് അഥവാ ഹോൾ ടിക്കറ്റിൻ്റെ കാര്യമാണ്. ഹോൾ ടിക്കറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് അതായത് CBTന് നമ്മൾ ഏത് റീജിയൻ ആണോ നമ്മുടെ സെൻറ്ററായിട്ട് കൊടുക്കുന്നത്, എക്സാം സെൻറ്ററായിട്ട് കൊടുക്കുന്നത്, ആ റീജിയനിൽ നിന്നായിരിക്കും നമുക്ക് ഹോൾ ടിക്കറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ KKR റീജിയൻ ആണ് സെൻറ്ററായിട്ട് കൊടുത്തതെങ്കിൽ KKR റീജിയൻ്റെ വെബ്സൈറ്റ് വേണം നമ്മൾ വിസിറ്റ് ചെയ്യാൻ ആ സമയത്ത്. കാരണം അവിടെ ഹോൾ ടിക്കറ്റ് വരുന്നത് അവിടെയാണ്. ഇനി നമ്മുടെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് കട്ട് ഓഫ് ആണ്. കട്ട് ഓഫിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് മിനിമം കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ട്. മിനിമം കട്ട് ഓഫ് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 30%, OBC EWS കാറ്റഗറിക്ക് 25%, അതേപോലെ അതർ കാറ്റഗറീസിന് 20%ആണ് പറയുന്നത്. ഇത് മിനിമം കട്ട് ഓഫാണ്. ഈ കട്ട് ഓഫിൽ നിൽക്കില്ല. ഇതിനേക്കാളും കൂടുതൽ കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. എന്നാൽ ചില പോസ്റ്റുകൾക്ക് ഒരുപക്ഷെ ഈ കട്ട് ഓഫ് പോലും ക്ലിയർ ചെയ്യാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് വളരെ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ബേസ് ആണ്, മിനിമം കട്ട് ഓഫ് ആണ്. ഇത് കൂടുതൽ മാത്രമേ എപ്പോഴും
ആവാറുള്ളൂ. അതേപോലെ തന്നെ വേക്കൻസീസിൻ്റെ കാര്യവും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 വേക്കൻസീസ് മാത്രമുള്ള ഒരു കാറ്റഗറി ഓഫ് പോസ്റ്റ് ആണെങ്കിൽ ഇൻടേക്ക് എന്ന് പറയുന്നത് 1:30 ആയിരിക്കും ആൾക്കാരെ എടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റേജിൽ. ഇനി മോർ ദാൻ 5 വേക്കൻസി ആണ്, അപ് ടു 150 ആണ് വരുന്നതെങ്കിൽ ഇൻടേക്ക് എന്ന് പറയുന്നത് 1:15 ആണ്. നമുക്കിനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് ഫേസ് 12-ൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞു OTR രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക്, 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ലോഗിനും പാസ്വേഡും കിട്ടി. പുതിയ വെബ്സൈറ്റിൽ കേട്ടോ, പുതിയ വെബ്സൈറ്റിൽ ലോഗിൻ ഐഡിയും അതേപോലെ തന്നെ പാസ്വേഡും കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോയിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസമാണ്. സോ ബിഫോർ പ്രൊസീഡിങ് വിത്ത് ദ ഫയലിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കീപ്പ് ദ ഫോളോയിങ് ഡേറ്റ റെഡി. നമ്മൾ ചില കാര്യങ്ങൾ റെഡി ആയിരിക്കണം. അതായത് നമുക്കൊന്നറിയാവുന്നത് ഫോട്ടോയും വേണം, അതേപോലെ തന്നെ സിഗ്നേച്ചർ വേണം എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഫോട്ടോ എടുക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലും, കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ക്യാപ്ചർ ദിയർ ഫോട്ടോ ത്രൂ വെബ് ക്യാം ഓർ മൊബൈൽ ഡിവൈസ്. അതായത് പഴയ പോലെ നമുക്കൊരു ഫോട്ടോ എടുത്തത് കയ്യിൽ വേണ്ട, പകരം നമ്മളൊരു ഫോൺ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വെബ് ക്യാം മുമ്പിൽ വെച്ചിട്ട് അങ്ങനെയുള്ളൊരു ഫോട്ടോ വേണം എടുക്കാനായിട്ട് എന്നാണ് പറഞ്ഞത്. അതായത് ലൈവ് ഫോട്ടോ, പ്രസൻ്റ്ലി ഇപ്പം എങ്ങനെയായിരിക്കുന്നത് അങ്ങനെയുള്ളൊരു ഫോട്ടോ വേണം എന്നാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫോർ ക്യാപ്ചറിങ് ദ ലൈവ് ഫോട്ടോ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈവ് ഫോട്ടോ എന്നാണ് പറയുന്നത്. ലൈവ് ഫോട്ടോ എടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് എ ഗുഡ് പ്ലേസ് വിത്ത് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. സോ ലൈറ്റ് ഉണ്ടായിരിക്കണം, ഫേസ് ക്ലിയർ ആയിരിക്കണം, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതേപോലെ തന്നെ ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, പ്ലെയിൻ ആവണം, ലൈറ്റ് ആയിരിക്കണം. രണ്ടാമത്തത് എൻഷുർ ദ ക്യാമറ ഇസ് അറ്റ് ഐ ലെവൽ ബിഫോർ ടേക്കിംഗ് ദി ഫോട്ടോ. അപ്പം മുകളിൽ നിന്നോ താഴെ നിന്നോ ഒന്നും ഫോട്ടോ എടുത്താൽ പോരെ, ക്യാമറ എന്ന് പറയുന്നത് ഐ ലെവലിലായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊസിഷൻ യുവർ സെൽഫ് ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദി വെബ് ക്യാം ആൻഡ് ലുക്ക് സ്ട്രെയിറ്റ് അഹെഡ്. അതായത് നമുക്ക് സൈഡ് വ്യൂ ഒന്നും പോരാ, നമുക്ക് നേരെയുള്ള സ്ട്രെയിറ്റ് വ്യൂ തന്നെ വേണം. ഇയേഴ്സ് വിസിബിൾ ആയിരിക്കണം, ഫേസിൻ്റെ ആകൃതി വിസിബിൾ ആയിരിക്കണം, ആൻഡ് ഐ ലെവലിലായിരിക്കണം ക്യാമറ എന്നുള്ളത്. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഷുഡ് ഇൻ വെയർ ക്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, മാസ്ക് ഉണ്ടാവാൻ പാടില്ല, അതുപോലെ ഗ്ലാസസ്. ഇതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സ്പെക്സ് ഊരിയിട്ട് വേണം നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട്. ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച് ഫോട്ടോ എടുക്കുക. അതേപോലെ തന്നെ സ്പെസിമെൻ ഓഫ് ഫോട്ടോഗ്രാഫ്സ് നോട്ട് ആക്സെപ്റ്റബിൾ ആർ ഗിവൺ അറ്റ് അനക്ഷർ 12 എന്ന് പറയുന്നുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് ആണ് ആക്സെപ്റ്റബിൾ അല്ലാത്തത് എന്നുള്ള കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് കാണിക്കാം. ഈ ടൈപ്പ് ഓഫ് ഫോട്ടോസ് ഒന്നും തന്നെ ഇതിൽ ഈ ഒരെണ്ണം മാത്രമാണ് ഓക്കെ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാം എന്താണ്, ഈതർ ബ്ലേർഡ് ആണ്, അല്ലെങ്കിൽ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്, ഫോട്ടോ തിരിഞ്ഞു പോയി, ഇങ്ങനൊരു സംഭവം വരാം. ഫോട്ടോ തിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ ഡാർക്ക് ആകാം, പിന്നെ കണ്ണട സ്പെക്സ് വെച്ചതാകാം, അങ്ങനെയുള്ള ഒരു ഗോഗിൾസ് വെച്ചതാകാം, സൈഡ് വേസ് ആകാം. സോ ഇങ്ങനെയൊന്നും തന്നെ ഫോട്ടോ ഉണ്ടാവാൻ പാടില്ല. ദിസ് ഇസ് ദ റൈറ്റ് മോഡൽ. അപ്പോൾ ഈ മോഡലിലായിരിക്കണം ഫോട്ടോ എന്ന് പറയുന്നത്. സോ ഫോട്ടോ വളരെയധികം വളരെ ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ കാര്യവും പറയുന്നുണ്ട്. 10 to 20 KB ആണ് പറയുന്നത്. സൈസും പറയുന്നുണ്ട്. 4 cm വിഡ്ത്തും അതേപോലെ തന്നെ 2 cm ഹൈറ്റുമാണ് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. ബ്ലേർഡ് ആവരുത്, ഫോട്ടോ ആയാലും ശരി, സിഗ്നേച്ചർ ആയാലും ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പോസ്റ്റിൻ്റെ കാര്യവും നോക്കുക. ഏത് പോസ്റ്റാണ് നമുക്ക് പറ്റുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ലാസ്റ്റ് ഡേറ്റ് 18th March ആണ്. അപ്പം 18th March വരെ കാത്തിരിക്കേണ്ട. കാരണം നമുക്ക് 2 പ്രോസസ്സ് ഉണ്ട്. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അതും ചെയ്യണം. അതേപോലെ തന്നെ ഫേസ് 12-ൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യണം. പിന്നെ വെബ്സൈറ്റ് പുതിയതായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു റഷ് ഉണ്ടാകും. കാരണം OTRും കൂടി ചെയ്യണ്ടേ. അപ്പം നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടുമ്പം എത്രയും നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്